ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇത്. ഇനി ഇതിനാവശ്യമായിട്ട് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ട് ഒരു 4 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാൻ ഏത്തപ്പഴം തന്നെ ആവശ്യമാണ്. ഇനി ഈ ഏത്തപ്പഴം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അത്യാവശ്യം ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ട് ഒരു പാൻ വച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമായത് 1 കപ്പ് തേങ്ങയാണ്. ഇതും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ്. ശർക്കര ഉരുക്കി അരിച്ചു വേണം ചേർക്കാൻ, അല്ലെങ്കിൽ കല്ലുണ്ടാവും. ഇത് ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യം മുറിച്ച് വച്ചിരിക്കുന്ന ഏത്തപ്പഴമാണ്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് 1 കപ്പ് അവലാണ്. അവൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് നട്ട്സ് ആണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അതും നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇനി ഉരുളയായി ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കയ്യിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉരുളയാക്കിയെടുക്കാൻ എളുപ്പമുണ്ടാവും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉരുളയാക്കിയെടുക്കാം. ഓരോന്നും ഉരുളയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത്യാവശ്യം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ മാറ്റിയെടുക്കാം. ഇതാ ഇങ്ങനെ ആക്കി വച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയും കഴിക്കാവുന്നതാണ്, ഫ്രൈ ചെയ്തും കഴിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനാവശ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് വച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒത്തിരി വേവേണ്ടതില്ല, കാരണം ഇത് ശരിക്കും വെന്തിട്ടുള്ളതാണ്. ചെറിയ തീയിലിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അത്യാവശ്യം ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.